നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിൻ്റെ ഇന്ന് മുതൽ നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് 2021 മുതൽ 25 വരെ നടന്ന 13 ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സ് കുറേ പേര് പറയുകയുണ്ടായി, നമ്മുടെ ടെലഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് പറയുകയുണ്ടായി. ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ ഓൾറെഡി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക കേട്ടോ. ഇംഗ്ലീഷും മലയാളവും നമ്മൾ 13 ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സെക്കൻഡ് ചാനലായ PSC പ്ലസിലെ ഇക്കണോമിക്സിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഈ 13 ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി ഒറ്റൊരു വീഡിയോ ആയിട്ട് ഒരു 1.5 മണിക്കൂറുള്ള വീഡിയോയാണുള്ളത്. പക്ഷേ അത് നിങ്ങൾ മിസ്സാക്കരുത്, എന്തായാലും കണ്ടിട്ട് മാത്രമേ പോകാവുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് 1 മാർക്ക് ഷുവറായിട്ട് കിട്ടും. 1 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ബാക്കി 5 മാർക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ ഒരു 20 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിൽ ഓരോ മൊഡ്യൂളിൻ്റെയും, അതായത് ടോട്ടലായിട്ട് നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം എടുക്കുന്നുണ്ട്. 20 ഡേയ്സിൽ അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ 50 മാർക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് കിട്ടുന്നുണ്ട് അല്ലേ. 50 മാർക്ക് പ്ലസ് അഡീഷണൽ GKയിൽ നിന്നും നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പ്രിലിംസ് നമുക്ക് കടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്സിലേക്ക് പോവാം. മാത്സിൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിലാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇംഗ്ലീഷാണല്ലോ നമുക്ക് കുറച്ചും കൂടി ആവശ്യം. ഇംഗ്ലീഷിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മലയാളത്തിലും കൂടി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പറഞ്ഞു തരൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം 2021 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 075/2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. താല്പര്യമുള്ളവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാത്തവരൊട്ടേക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് ക്ലാസ് കണ്ടു കഴിഞ്ഞാലും മതി. നമുക്ക് ആദ്യം ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? പ്രോഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ഈസ് 100. സം ഓഫ് ദീസ് നമ്പേഴ്സ് ഹാസ് ഇറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ് 3. ദെൻ ദ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ എമംഗ് ദീസ് 3. സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 3 സംഖ്യയുടെ ഗുണനഫലം എന്ന് പറയുന്നത് 100ആണ്. അവ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 3ആണ്. ഓക്കെ, 3 സംഖ്യ അത് ഗുണിക്കുമ്പോൾ 100 കിട്ടുന്നു. അത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 3ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടാമത്തെ വലിയ സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇത്? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഡിവൈസർ എന്ന് പറയുന്നത് എന്താ, ഘടകങ്ങൾ, പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ അഭാജ്യ ഘടകീകരണം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഘടകങ്ങൾ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ, അതായത് 100ന് നമ്മൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഏറ്റവും അഭാജ്യം, നമുക്ക് ഇങ്ങനെ ചെയ്യാലോ. 100നെ ഇങ്ങനെ 2 വെച്ച് അപ്പോൾ 50, പിന്നെയും 2 വെച്ച് അപ്പോൾ 25, പിന്നെ 5 വന്നു അല്ലേ. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഘടകങ്ങളുടെ എണ്ണം ഏതൊക്കെയാണെന്ന് എഴുതുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, എത്ര ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ഘടകങ്ങൾ എന്ന് വെച്ചാൽ ഡിവൈസർ എത്ര എണ്ണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഷോർട്ട് കട്ട് എന്താണ്, പവർ നോക്കിയാൽ മതി അല്ലേ. ആ പവർ 2ൻ്റെ പവർ 2ആണ്. അപ്പം 5ൻ്റെ പവർ എത്രയാണ്? 2ആണ്. അപ്പോൾ ഓരോ പവറിനോടും 1 കൂട്ടിക്കഴിഞ്ഞാൽ, 1 കൂട്ടിയിട്ട് അത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര ഘടകങ്ങൾ അല്ലെങ്കിൽ ഡിവൈസർ ഉണ്ട്, ഈ 100ന് എത്ര ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര ഡിവൈസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതും കൂടി കണ്ടുപിടിച്ചിട്ട് ബാക്കി നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൗട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2ൻ്റെ പവർ 2ആണ് അല്ലേ. 2ൻ്റെ പവർ എത്രയാണ്? 2. 5ൻ്റെ പവർ 2ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാൻ പറ്റും? പവറുകൾ നോക്കുമ്പോൾ 2ൻ്റെ പവർ 2ആണ്, 5ൻ്റെ പവർ 2ആണെന്ന് നമുക്കറിയാം. ഓരോ പവറിനോട് 1 കൂട്ടിയാൽ മതി. അപ്പം 2 + 1, പിന്നെ 5ൻ്റെ പവറും 2 ആയതുകൊണ്ട് 2 + 1, അത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 × 3 = 9 എന്ന് കിട്ടി. അതായത് ടോട്ടൽ 100ന് എത്ര ഘടകങ്ങളുണ്ട്? 9 ഘടകങ്ങളാണ് 100നാകെ ഉള്ളത്. അപ്പോൾ എല്ലാ ഘടകങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടല്ലോ. ഇനി ഈ 2^2 × 2^2 5^2 അതിൻ്റെ എല്ലാ പവറുകളും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ ഘടകങ്ങളും ലഭിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം
അത് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും മനസ്സിലായില്ലേ? 9 ഘടകങ്ങൾ കിട്ടി എന്നുള്ളത് വരെ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ 2^2, അതായത് 2^2 5^2, 2^2 5^2 എന്നിവയുടെ എല്ലാ പവറുകളെയും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ ഘടകങ്ങളും കിട്ടും. അതായത് 2^0 എത്രയാണത്? 2^0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 5^0 കൊണ്ട് ഗുണിക്കുമ്പോൾ 2^0യും 5^0യും ഓക്കെ അങ്ങനെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 1 എന്ന് കിട്ടും അല്ലേ? 1 എന്നല്ലേ കിട്ടുക. ഇനി 2^0നെ നമ്മൾ 5^1 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഇനി 2^0നെ നമ്മൾ 5^2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1, 5, 25 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ 2^1 അതിനെന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ 2^0നെയാണ് ചെയ്തത്. അപ്പോൾ 2^0 എന്ന് പറയുമ്പോൾ എല്ലാത്തിനും എത്രയാണ്? 1 × 5^0, 1 × 5^1, 1 × 5^2 ആണ് വരുന്നത്. അതുകൊണ്ടാണ് നേരെ എഴുതി. ഇനി 2^1നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ, അതായത് 2ൻ്റെ പവർ 2^1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ അതിനെ നമ്മൾ 5 എല്ലാത്തിനും 5^0 ആദ്യം ഗുണിക്കാം. അപ്പോൾ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ദെൻ 2^1നെ 2^1 എന്ന് പറയുന്നത് 2 × 5^1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടി? 5^1 എന്ന് പറഞ്ഞാൽ 5 × 2 10 എന്ന് കിട്ടി. ഇനി 2^1നെ അതായത് 2 × 5^2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 50 എന്ന് കിട്ടി. അപ്പോൾ ഏതൊക്കെ സംഖ്യ കിട്ടിയത് എഴുതി പോകണോട്ടോ നിങ്ങൾ. ഏതൊക്കെ കിട്ടി നമുക്ക്? 1, 5, 25, 2, 10, 50 ഇത്രയും കിട്ടി. ഇനി ഒരെണ്ണോടി ചെയ്യാനുണ്ടല്ലോ. ഏതാണ്? 2^2 കൂടി ചെയ്യണം. ഓക്കെ, 2^2നെ 2^2 എന്ന് പറയുന്നത് എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 4 × 5^0, 5^0 എന്ന് പറയുന്നത് എത്രയാണ്? 1, 5^0 ഓക്കെ. അപ്പം നമുക്ക് എത്ര കിട്ടി? 5^0 1, 1 × 4 4 എന്ന് കിട്ടി. ഇനി 2^2 അതായത് 4 × 5^1 അതായത് 5 × 4 20. ദെൻ 2^2 അതായത് 4 × 5^2 എത്രയാണ്? 5^2 25 × 4 100 എന്ന് കിട്ടി. അപ്പോൾ 4, 20, 100 കിട്ടി. അപ്പോൾ ടോട്ടൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ടോട്ടൽ കിട്ടിയത് മാത്രം നമുക്കൊന്ന് എഴുതാം. എല്ലാ ഘടകങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ് എല്ലാ ഘടകങ്ങളും വന്നത്? 1, 5, 25, 2, 10, 50, 4, 20, 100. ഈ ഒന്ന് എണ്ണി നോക്കി എത്ര ഘടകങ്ങളാണുള്ളതെന്ന്. 1, 2, 3, 4, 5, 6, 7, 8, 9 ഘടകങ്ങൾ. അപ്പോൾ 100ന് എത്രയാണ്? 9 ഘടകങ്ങൾ. ഈ 9 ഘടകങ്ങൾ കണ്ടുപിടിക്കാനാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തന്നത്. അടുത്തൊരു ലെവലിലൊക്കെ ചോദ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നേരെ ആൻസറിലേക്ക് പോവല്ല, ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഇതല്ലാതെ നമുക്ക് ഒരു പെയറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞ് നേരിട്ട് ഉപയോഗിക്കാനും പറ്റും. അതായത് ഇപ്പോൾ 1 × 100 100, 2 × 50 എത്രയാണ്? 100, 4 × 25 100. അങ്ങനെ എന്നിട്ട് ഇവിടെയുള്ള സംഖ്യകൾ, അതായത് ഈ സംഖ്യകൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഡിവൈസേഴ്സ് എന്ത് ചെയ്യുക? നിരക്ക് ആദ്യം എഴുതുക. 1, 2, പിന്നെ ഇതൊരു 4, 5, 10, 20, 25, 50, 100 എന്നുള്ളത് വരും അല്ലേ? അപ്പോൾ അങ്ങനെ നിരക്ക് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, അപ്പം അതിന് ഇതായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നോക്കി 9 ഘടകങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് 100 ആയിരിക്കണം. അതോടൊപ്പം തന്നെ അത് കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു നമ്പറിൻ്റെ അവസാനത്തെ അക്കവും 3 ആയിരിക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് എഴുതുവാണ്. 20, 5, 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 × 5 എത്രയാണ്? 100. 100 × 1 100. 100ആണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയത്. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടും? 20ഉം 5ഉം 1 26 6 കിട്ടുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്ത ഒരെണ്ണം നമുക്ക് എഴുതി നോക്കാം. 25, 4, 1 ഓക്കെ. 25, 4 100ആണ്. 100 × 1
100 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സം ടോട്ടൽ പ്രോഡക്റ്റ് എത്ര കിട്ടി? 100 കിട്ടി. പക്ഷേ സം ചെയ്യുമ്പോൾ എത്രയാണ്? 25 4 9 1 30 കിട്ടുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 3 അല്ല, അതുകൊണ്ട് ഇതും പറ്റില്ല. ഇനി അടുത്ത് നമുക്ക് നോക്കിയാലോ. 50 2 1 എത്രയാണ്? മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 50 × 2 × 1 100. ഇനി 50 2 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സം എത്ര കിട്ടും? 53 എന്നാണ് കിട്ടുന്നത്. ശരിയല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് 3 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ചോദ്യം എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഏതാ വരിക? 2 വരുന്നത് അല്ലേ? 2 വരുന്നത്. ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഇതിൽ ആൻസർ വരുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഇത്രയും ഡിവൈസർ ഇത്രയും അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 പ്രൊഡക്റ്റ് കിട്ടണം എന്നുള്ളത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? 25ൻ്റെ കൂടെ ചേരുന്നത് ഏതായിരിക്കും? 2 ആണെങ്കിൽ 50. ആ ഒരു രീതി നോക്കാൻ പറ്റും. അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്താ 3 ആഡ് ചെയ്യുമ്പോൾ 3 കൂടി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ബോർഡിലല്ല ഞാൻ ചെയ്യിപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നിട്ട് പേപ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം കണ്ടു കഴിയുമ്പോൾ തന്നെ ആരും വച്ചിട്ട് പോവല്ലേ. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുകയെ. എന്നിട്ട് ഇതെങ്ങനെയുണ്ട്, എഫക്റ്റീവ് ആണോ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇക്കണോമിക്സിൻ്റെ ക്ലാസ്സും എല്ലാവരും കാണണം, അതും വിട്ടുപോകരുത്. നമ്മുടെ ആ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതിലായിരിക്കും നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഇടുന്നത്. ബാക്കി ക്ലാസ്സുകൾ ഇതിൽ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. രാജു ബോട്ട് എ സൈക്കിൾ and sold it after a year for 20% less price than its purchase price. If he had sold it for a price less by 10% of the purchase price, he would have gained ₹100 more than what he got now. Which of the following could be the purchasing price? എന്താണ്? സിമ്പിളായിട്ട് കിട്ടും അല്ലേ? രാജു എന്ന് പറയുന്ന ആളൊരു സൈക്കിൾ വാങ്ങി, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു വർഷത്തിന് ശേഷം 20% വിലക്കുറവിൽ വിറ്റു. എത്ര ശതമാനം? 20%. അത് ഒരു വർഷം കഴിഞ്ഞിട്ട്. ആ സൈക്കിള് 10% വിലക്കുറവിൽ രാജു വിറ്റിരുന്നെങ്കിൽ രാജുവിന് ₹100 അധികം കിട്ടിയേനെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ ഏതാണ് രാജുവിൻ്റെ സൈക്കിളിൻ്റെ വില എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്ന ഡിഫറൻസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് ആദ്യം പറയുന്നത്? 20%-നാണ് രാജു വിറ്റത് ഒരു വർഷം കഴിഞ്ഞിട്ട്. ഇനി 10%-ന് വിറ്റിരുന്നെങ്കിൽ എത്ര രൂപ കിട്ടിയേനെ? ₹100 കിട്ടിയേനെ. അതായത് ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 10. 20%-ൽ നിന്ന് 10% കുറയുക 10 എന്ന് പറയുന്നത് 100 രൂപയാണെങ്കിൽ 100% എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടുമല്ലോ. 100 എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലേ? 100 × 100 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. എത്ര ആൻസർ വരും? 1000. ഓപ്ഷൻ എ ആൻസർ വരും. സിമ്പിൾ അല്ലേ? അതായത് 20% എന്ന് പറയുന്നത് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം വിറ്റതാണ്. പക്ഷേ 20%-ന് ഒരു വർഷത്തിന് ശേഷം വിറ്റു. പക്ഷേ ആ സൈക്കിൾ 10% വിലക്കുറവിലാണ് വിറ്റിരുന്നെങ്കിൽ 100 രൂപ കിട്ടിയേനെ. അപ്പോൾ 20-ൽ നിന്ന് നമ്മൾ ആദ്യം 10 കുറച്ചു. അപ്പോൾ 10 എന്ന് പറയുന്നതാണ് 100. അങ്ങനെയാണെങ്കിൽ 100 എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് എന്താണ്? ഈ നമ്പേഴ്സ് ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ മാത്രം മതി. 1/3, 5/7 ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ്? എല്ലാത്തിൻ്റെയും ഒന്നെങ്കിൽ ന്യൂമറേറ്ററിൽ 10 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പം ഒന്നാമത്തെ എങ്ങനെ നമുക്ക് 10/3 അല്ലേ? 10/3, then 50/7, 20/9, 90/14, 70/12 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ അവസാനം എന്താ കിട്ടും? ഇപ്പം 10/3 എന്ന് പറയുമ്പോൾ 3.3, then 7.1, 2.2, 6.4, 5.8 എല്ലാം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ജസ്റ്റ് ഇത് അസെൻഡിങ് ഓർഡറിലാക്കിയാൽ മതി. ആദ്യം ഇത് വരും 2.2 വരും. 2.2 എന്ന് പറയുമ്പോൾ 2/9 ആണ്. 20/9 നോക്കരുത് കേട്ടോ. ഏതാണ്? 2/9. 2/9 ആണ് എല്ലാത്തിൻ്റെയും. 3 ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നല്ലേ. അപ്പോൾ ഒരു സി നമുക്ക് വെട്ടിക്കളയും. സി അല്ല. ഇനി രണ്ടാമത് ഏതാണ് വരുന്നത്?
3.3 ആണ്. രണ്ടാമത് 3.3 എന്ന് പറയുന്നത് 10/3. 10/3 എന്ന് പറയുന്നത് ഏതാ? 1/3. അപ്പോൾ 1/3 അല്ലാത്ത ഒരെണ്ണോടി നമ്മൾ വെട്ടിക്കളയും. മൂന്നാമത് വരുന്നത് 5.8. അതേതാണ്? 7/12. 7/12 വരുന്നത് എയിലും എ ഓപ്ഷനും ബി ഓപ്ഷനും 7/12 ആണ്. അടുത്തത് ഏതാണ്? 9/14 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. In a ward, 25% of population are affected by COVID-19. Of these, 100 are male, 10 transgender and other female. If the ward consists of 300 female and they constitute 50% of the total population, then how many female are affected? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു വാർഡിൽ, ഒരാശുപത്രി വാർഡിൽ 25% ആളുകൾ കോവിഡ് ബാധിതരാണ്. 25%. അതിൽ 100 പേരാണുങ്ങൾ, 10 പേര് ട്രാൻസ്ജെൻഡർ, ബാക്കിയുള്ളവർ സ്ത്രീകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ടോട്ടൽ പോപ്പുലേഷൻ്റെ 50% വരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സ്ത്രീകൾ രോഗബാധിതരാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചോദ്യത്തിൻ്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 25% ആണ് അവർക്കാണ് കോവിഡ് വന്നിട്ടുള്ളത് അല്ലേ. അതിൽ 100 മെയിലുണ്ട്, പിന്നെയോ 10 ട്രാൻസ്ജെൻഡറുണ്ട്, പിന്നെ വുമണും ഉണ്ട്, ബാലൻസ് വുമണും ഉണ്ട്. ഇനി ഇവിടെ നോക്കൂ, 300 സ്ത്രീകളുണ്ടായിരുന്നെങ്കിൽ അല്ലേ, 300 ഫീമെയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് 50% ആയിനി എന്ന് പറയുന്നു. അതായത് 300 എന്ന് പറയുന്നത് എത്ര ശതമാനമാണപ്പോൾ? 50%. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അവിടെ 100% കണ്ടാൽ പോരെ. 100%ൻ്റെ ഇവിടെ എക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? എക്സ് കാണാൻ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 300 × 100/50 എത്ര കിട്ടും നമുക്ക്? 600 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 600 എന്ന് കിട്ടി. ഓക്കെ, ടോട്ടൽ എത്ര പേരുണ്ട്? 600 പേരുണ്ട്. മനസ്സിലായല്ലോ. 600 പേര് ടോട്ടലുണ്ട്. ഈ 600 പേരിൽ എത്ര പേരാണ് അസുഖബാധിതർ? 25%. അപ്പം 600-ൽ 25% കണ്ടുപിടിച്ചു നമ്മൾ. 25/100. 25% എന്ന് പറഞ്ഞത് 150 ആണ്. 150-ൽ 100 പേര് മെയില് പോയി, 10 പേര് ട്രാൻസ്ജെൻഡർ പോയി. അപ്പോൾ 110 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? ബാക്കി 40. ഇതാണ് വുമണിൻ്റെ എണ്ണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം 55. An amount deposited for 2 years at simple interest rate 10.5% will yield same interest in 2 years if deposited for compound interest for 2 years. If the rate of compound interest is, എന്താ പറഞ്ഞിട്ടുള്ളത്? 2 വർഷത്തേക്ക് 10.5% സിമ്പിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിക്കുന്ന തുക 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയുടെ തുല്യ സംഖ്യ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനമാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു 100 രൂപയാണെങ്കിൽ നമുക്ക് 10% ആണെങ്കിൽ എപ്പോഴും 10 തന്നെയായിരിക്കും. ടോട്ടൽ 110 ആവുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒറിജിനൽ 100ൻ്റെ തന്നെ പിന്നെയും 10, അപ്പോൾ 120 ആവുന്നു. അങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. അത് സ്റ്റാർട്ടിങ് എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് കൂട്ടി വരികയാണ്. അപ്പം 100ൻ്റെ 10% 10 ആദ്യം, പിന്നെ എന്താവും? അത് 10 കൂടി കൂട്ടി 110ൻ്റെ 10% ആയിരിക്കും പിന്നെ കാണുക. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് 11 ആവും അല്ലേ. അങ്ങനെയാണ് ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കൂട്ടി അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ യുവർ ഇൻട്രസ്റ്റ് കൂട്ടി വരുന്നതാണ്. ഇനി ഇവിടെ 10.5% സിമ്പിൾ എന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് 10.5% അത് എത്രയാണ്? അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഏത് റേറ്റിന് തുല്യമാണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര റേറ്റാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കി. ഇപ്പം 100 വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. എന്താണ്? അതായത് ഇപ്പം 10.5
ഫസ്റ്റ് ഇയറിൽ ഏത് സിമ്പിൾ ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഇയറിൽ 10.5. ടോട്ടൽ എത്രയായി? 21. ഓക്കെ, അത് 10.5 സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക്. ടോട്ടൽ ഇൻട്രസ്റ്റ് 21. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ 10% എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എത്ര കിട്ടി? 10 കിട്ടി. സെക്കൻഡ് ഇയറിൽ 110 ആണ് കേട്ടോ കാണേണ്ടത്. അപ്പോൾ 110ൻ്റെ 10% എത്രയാണ്? 11 കിട്ടി. അപ്പോൾ 2 വർഷത്തേക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയായി? 21. ഇനി ഒന്ന് നോക്കിയേ, എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. 2 വർഷത്തേക്ക് 10.5% സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയുടെ തുല്യ സംഖ്യ തന്നെയാണ്. 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യ സംഖ്യ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, രണ്ടും സെയിം ആണ്. 21 കിട്ടിയല്ലോ രണ്ടിന്. അപ്പോൾ എത്ര ശതമാനമാണ്? 10%. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 10%. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിഫറൻസ് കാണുന്ന SR²/100² ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രിൻസിപ്പിൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1000 എന്നുള്ള പ്രിൻസിപ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടും നമുക്ക് R² എന്ന രീതിക്ക് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത എന്താണ്? Average of 4 3-digit numbers were calculated to be 335. Later, it was found that one number had 8 at its second place and another number had 8 at its last place, both of which were wrongly read to be 3 instead. If this mistake is corrected, what is the correct average of these 4 numbers? എന്താണ് ചോദിച്ചിട്ടുള്ളത്? 4 മൂന്നക്ക സംഖ്യകളുടെ ശരാശരിയാണ് എത്ര? 335. അതിൽ പക്ഷേ എന്താ മിസ്റ്റേക്ക് പറ്റി? എന്താ മിസ്റ്റേക്ക് പറ്റിയേ? 8 എന്ന അക്കം ഒരു സംഖ്യയുടെ 2ാം സ്ഥാനത്തും മറ്റൊരു സംഖ്യയുടെ 3ാം സ്ഥാനത്ത്, അല്ലേ, ലാസ്റ്റ് പ്ലേസിൽ 3ാം സ്ഥാനത്തും ആണുള്ളത്. അത് 3 എന്ന് തെറ്റായി വായിച്ചു. അപ്പോൾ ആ തെറ്റ് പരിഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരാശരി എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 4 മൂന്നക്ക സംഖ്യകളാണുള്ളത്. അതിൻ്റെ ആവറേജ് എത്രയാണ്? ആവറേജ് എന്ന് പറയുന്നത് 335. ആവറേജ് 335. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് എന്താണ് തെറ്റ് പറ്റിയത്, ആ തെറ്റ് ശരിയാക്കി ആഡ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും നോക്കണ്ട. ആവറേജ് 335 തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 8 രണ്ടാമത്തെ പ്ലേസിൽ, അല്ലേ, 8 at its second പ്ലേസും പിന്നെ 8 at its ലാസ്റ്റ് പ്ലേസുമാണ് തെറ്റിയത്. അപ്പോൾ 80 8, അതായത് 88. 88 എന്നുള്ളത് 30, 8നെ 30 വായിച്ചപ്പോൾ ടോട്ടൽ 33. അപ്പോൾ 33 ശരിക്കും പറഞ്ഞാൽ ഈ ആവറേജ് കണക്കാക്കിയപ്പോൾ അവർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 88 എടുക്കേണ്ട സ്ഥാനത്ത് 33 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 88 മൈനസ് 33 55. 55 നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ 30 എത്രയാണ്? 335 ആവറേജ്. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ എത്രയാണ്? 4. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് 335. അപ്പോൾ 55 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 55/4 എത്രയാണ്? 13.75. ആദ്യം 335ൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 335 എന്താണ് ടോട്ടൽ 335 × 4 ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ 55 ചെയ്തിട്ട് പിന്നെ ഡിവൈഡ് ചെയ്താൽ മതി. ഇതാവുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആൻസർ ഏതാ കിട്ടുന്നത്? 348.75. ഓപ്ഷൻ ബി ആണ് കേട്ടോ കിട്ടുന്നത്. ഓപ്ഷൻ ബി. 57ാമത്തെ ചോദ്യം. 220 സ്ക്വയർ ഫീറ്റ് വ്യാപ്തിയുള്ള ഒരു തറയിൽ ടൈൽസ് ഇടുന്നതിന് 2 × 2 ഫീറ്റും 4 × 2 ഫീറ്റ് വിസ്തീർണമുള്ള ടൈൽസ് ലഭ്യമാണ്. ഈ ടൈലിൻ്റെ വില, അതായത് ഓരോന്നിൻ്റെ ആദ്യത്തെ 50 രൂപയും പിന്നത്തെ 80 രൂപയുമാണ്. അങ്ങനെയാണെങ്കിൽ ആ തറയിൽ ടൈൽ പതിപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ചിലവ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ എത്രയാണ്? 220 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. 2 × 2 ഫീറ്റ് 4 × 2 ഫീറ്റ്. 2 × 2 എന്ന് പറയുന്നതിന് 50 രൂപ ഒരെണ്ണത്തിന്, 4 × 2ന് 80 രൂപയാണ് ഒരെണ്ണത്തിന്. ഇനി
ഇനി നമ്മൾ എന്ത് ചെയ്യുക, എത്ര കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെ നോക്കാൻ പറ്റും? ആദ്യം ടൈൽ എ, അതായത് 2 × 2 എന്ന് പറയുന്ന 4 ഫീറ്റ് അല്ലേ, 4 ഫീറ്റ് സ്ക്വയർ അതിന് 50 രൂപയാണ്. അപ്പം ഒരു ഫീറ്റ് സ്ക്വയറിന് എത്ര രൂപ വരും? 50/4 എത്ര? 12.5 വന്നു. എത്രയാണ്? 12.5. ഇനി ടൈൽ ബി ആണെങ്കിൽ 4 × 2 ആണ്. 4 × 2 എന്ന് പറയുന്നത് 8 ഫീറ്റ് സ്ക്വയർ വരും അല്ലേ, 8 ഫീറ്റ് സ്ക്വയർ. അതിന് എത്ര രൂപയാണ്? 80 രൂപയാണ്. അപ്പോൾ ഒരു ഫീറ്റ് സ്ക്വയറിന് എത്ര കോസ്റ്റ് വരും? 80/8 എത്ര വരും? 10 വരുള്ളൂ. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചെല്ലാവരും, 10 വരുള്ളൂ. ഇനിയും ശ്രദ്ധിക്കുക. ഇനി എന്താണ് പറയുന്നത്? 220 അല്ലേ, ടോട്ടൽ ഫ്ലോറിൻ്റെ ഏരിയ എത്രയാണ്? 220 ഫീറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ 220 ഫീറ്റിന് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട്. കാരണം ടൈൽ ബി ആണ് 10 രൂപയ്ക്ക് കിട്ടുന്നത്, മറ്റേതിന് 12.5 ആണ്. നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എത്രയാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 220/8 ചെയ്യുമ്പോൾ നമുക്ക് 27.5, അതായത് ഒരു 27 ഫുൾ ടൈല് നമുക്ക് എവിടെ നിന്ന് വേണം? ടൈല് ബിയുടെ വേണം, ഫുൾ ടൈല് 27 ഫുൾ ടൈല് വേണം. അപ്പോൾ 27 ഫുൾ ടൈല് കാണുമ്പോൾ നമുക്ക് 27 × 8 എത്ര? 216 സ്ക്വയർ ഫീറ്റ്. ഈ ടോട്ടൽ 220 ആണ്. അപ്പോൾ അതിൽ നിന്ന് 216 കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരു 4 ഫീറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ആ 4 ഫീറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ടൈൽ എ എന്ന് എടുക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ടൈൽ എ എന്ന് എടുക്കാൻ കാരണം? ടൈൽ ബി എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലേ, ടൈൽ ബി എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കുമ്പോൾ ചീപ്പസ്റ്റ് ആണെങ്കിലും 4 × 2 8 ഉണ്ടല്ലേ, അത്ര നമുക്ക് ആവശ്യമില്ല. നമുക്ക് 2 × 2 4 മതി. അത് ടൈൽ ചെയ്യുന്ന എടുക്കാം. അപ്പോൾ ആദ്യത്തെ എത്രയാണ്? 27 എണ്ണം ടൈൽ ബിയും ഒരെണ്ണം മാത്രം ഏതിൽ നിന്നെടുക്കുന്നു? ടൈൽ എയിൽ നിന്നും എടുക്കും. ഇനി നമുക്ക് ജസ്റ്റ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടൈൽ എ എന്ന് എടുത്തിട്ട്, അല്ല ആദ്യം ടൈൽ ബി നോക്കാം അല്ലേ. ടൈൽ ബിന്ന് 27 എത്ര രൂപ വെച്ച്? 80 രൂപ വെച്ച് 2160. ടൈൽ ബി ഒരെണ്ണം മതി, എത്ര രൂപയാണ്? 50 രൂപയാണ്. അപ്പോൾ 50 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 2210 കിട്ടും. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ബോട്ടിലൊന്നും അല്ലാത്തത് കൊണ്ട്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി പോയാൽ മതി. അറിയില്ലാത്തവർ കണ്ടിരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നോട്ടിലൊന്ന് എഴുതി പോവുക, ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് എന്താണ്? രാജു 20 ദിവസത്തിൽ പൂർത്തിയാക്കിയ ജോലി റാണി 15 ദിവസത്തിൽ പൂർത്തിയാക്കാം. ഓക്കെ, അതിന് മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് എഴുതിയിട്ട് തുടങ്ങാം കേട്ടോ. ആദ്യം നമുക്ക് രാജുവുണ്ട്, റാണിയുണ്ട്, സഹിലുണ്ട്. ഓക്കെ, നോക്കാം. ഇനി രാജു 20 ദിവസത്തിൽ പൂർത്തിയാക്കിയ ജോലി റാണി 15 ദിവസത്തിൽ പൂർത്തിയാക്കും. സാഹിൽ അത് 12 ദിവസത്തിൽ പൂർത്തിയാക്കും. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി ഇവർ മൂവരും 2 ദിവസം ഈ ജോലി ചെയ്തതിന് ശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നുവെങ്കിൽ രാജുവിന് എത്ര ദിവസം അധികമായി വേണ്ടിവരും? സിമ്പിളായിട്ടുള്ളതാണ് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? LCM കണ്ടിട്ട് ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? LCM കണ്ടുപിടിക്കണം അല്ലേ. LCM നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. LCM എന്ന് പറയുമ്പോൾ 20, 15, 12. ആദ്യം 2, 10, 15, 6, പിന്നെ 3. ഈ LCM ഒക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞു തരണോ അതോ ജസ്റ്റ് LCMത്തിൻ്റെ ആൻസർ മാത്രം മതിയോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണേ. പിന്നെ 2 വരും. ഓക്കെ, ഇച്ചിരി കൂടി മുകളിലേക്ക് എഴുതായിരുന്നു. ഒന്നും കൂടി എഴുതാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് മാച്ച് കളയാം. 20, 15, 12 ഇതിൻ്റെ LCM കണ്ടുപിടിക്കുമ്പോൾ അത് 2 വെച്ച് പോകുമല്ലോ. അപ്പോൾ 10, 15 അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ 6 വരുന്നു. പിന്നെ 3 വെച്ച് പോകുമ്പോൾ 10, 5, 2. പിന്നെ 2 വെച്ച് പോകുമ്പോൾ 5, 5 അങ്ങനെ 1, പിന്നെ 5. അപ്പോൾ 1, 1, 1 വരും. ഓക്കെ, അപ്പോൾ LCM എത്ര കിട്ടും നമുക്ക്? LCM എന്ന് പറയുന്നത് 2 × 3 × 2 × 5 2 10. എത്ര കിട്ടി? LCM 60 കിട്ടി. ഇത് മാച്ച് കളഞ്ഞോട്ടെ, കാൽക്കുലേഷൻ മാച്ച് കളയുവാണേ. LCM എത്ര കിട്ടിയത്?
എൽ സി എം നമുക്ക് 60 കിട്ടി. ഇനി എഫിഷ്യൻസി, ഇവരുടെ 3 പേരുടെ എഫിഷ്യൻസി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 60 ഡിവൈഡഡ് ബൈ 20 എത്രയാണ്? 3. 60 ഡിവൈഡഡ് ബൈ 15 എത്രയാണ്? 4. 60 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 5. അപ്പോൾ എഫിഷ്യൻസി കിട്ടി. 3, 4, 5 ഇവിടെ എഫിഷ്യൻസി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം ഇവർ 3 പേരൂടി ഒരുമിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 3 + 4 + 5 5 4 9 9 3 12. ആ 12 എഫിഷ്യൻസി 2 ദിവസത്തേക്ക് എത്രയാ? 24. അപ്പോൾ 24 ജോലി ഇവർ 3 പേരും കൂടി ചെയ്തു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ബാക്കി എൽ സി എത്തിൽ നിന്ന് കുറച്ചാൽ മതി. 60-ൽ നിന്ന് 24 കുറയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി എത്രയുണ്ടെന്ന് നോക്കാം. 36. ആ 36 ആര് ചെയ്യണം? രാജു ചെയ്യണം. അപ്പോൾ അതിന് എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രാജുവിൻ്റെ എഫിഷ്യൻസി ആയ 3 കൊണ്ട് 36 ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 12. അപ്പോൾ 12 ഡേയ്സാണ് രാജു അധികമായിട്ട് എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തതും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആരൊക്കെയാണ്? എ, ബി, സി 3 പേര്. ഓക്കെ, ചോദ്യം വായിച്ചാലോ? എയും ബിയും നിക്ഷേപ റേഷ്യോ 5:10 ഒരു ബിസിനസ് തുടങ്ങി. എത്രയിലാണ് തുടങ്ങിയത്? 5:10 എയും ബിയും. ഇനി എന്താ പറയുന്നത്? സി ഈ കൂട്ടായ്മയിൽ പിന്നീട് വരികയും 20,000 രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ സി എത്ര ചെയ്തു? 20,000 നിക്ഷേപിച്ചു കേട്ടോ. അവിടെ റേഷ്യോ പറഞ്ഞിട്ടില്ല സിയുടെ. ഓക്കെ, നിക്ഷേപിക്കുകയും ചെയ്തു. അതേസമയം എയും ബിയും 2,000 വീതം നിക്ഷേപിച്ചു. അപ്പം സി 20,000 നിക്ഷേപിച്ചപ്പോൾ എയും ബിയും ആ സമയം എന്ത് ചെയ്തു? 2,000 വീതം നിക്ഷേപിച്ചു. ഇപ്പോൾ എ ബി സിയുടെ നിക്ഷേപ റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 10:15:25 ആണ്. ഇപ്പോൾ 10:15:25 ആണ്. അങ്ങനെയാണെങ്കിൽ എ ആദ്യം നിക്ഷേപിച്ചത് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിയുടെ എത്രയാണ്? സി 20,000 ആണ് നിക്ഷേപിച്ചത്. സിയുടെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 25 ആണ് അല്ലേ? അപ്പോൾ നോക്കൂ എങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ ഇവിടെ താഴെ ചെയ്തോട്ടെ. എങ്ങനെ കണ്ടുപിടിക്കാം? 25 സിയുടെ. ആ 25 എന്ന് പറയുന്നത് 20,000 ആണെങ്കിൽ നമുക്ക് 1 കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഓക്കെ, 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പം 20,000 ഡിവൈഡഡ് ബൈ 25 അതായത് 800 ആണ്. 800 ആണെങ്കിൽ എക്ക് എത്രയുണ്ട്? എക്ക് 10 ഉണ്ട് ഇപ്പോൾ. അപ്പം 10 × 800 ചെയ്ത് കഴിഞ്ഞാൽ എയുടെ 8,000 കിട്ടി. പക്ഷെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ആദ്യം നിക്ഷേപിച്ചത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 8,000 ഇപ്പോൾ കയ്യിലുള്ളതാണ്. അതിൽ നിന്ന് 2,000 കുറച്ച് കഴിഞ്ഞാൽ 6,000 കിട്ടും. അതാണ് എ ആദ്യം നിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഇനി 60ാമത്തെ ചോദ്യമാണ് കേട്ടോ. നോക്കി, 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 സെക്കൻഡ് ഒരു പാലത്തിലൂടെ കടന്നു പോകും. 100 മീറ്റർ കേട്ടോ. നമുക്ക് DST ഒന്ന് എഴുതി നോക്കാം. ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഓക്കെ, അപ്പം എത്ര മീറ്ററാണ്? 100 മീറ്റർ. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 സെക്കൻഡ് കൊണ്ട് ഒരു പാലത്തിലൂടെ കടന്നു പോകും. ആ ട്രെയിനിൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് കൂട്ടിയാൽ ട്രെയിൻ പാലത്തിലൂടെ 10 സെക്കൻഡിൽ കടന്നു പോകും. ഓക്കെ, അങ്ങനെയെങ്കിൽ പാലത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ എന്താണ്? ആദ്യം പറയുന്ന ടൈം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ടൈം 10 സെക്കൻഡാണ്. അതായത് പഴയ സ്പീഡിനേക്കാളും ഇരട്ടിയാവുകയാണ് അല്ലേ എന്ത് ചെയ്തത്? അതായത് ടൈം നേരെ പകുതിയാവുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്പീഡ് ഇരട്ടിയാവുകയാണ് ചെയ്തത് എന്നാണ്. അപ്പോൾ നോക്കിയേ, നമുക്ക് സ്പീഡും തന്നിട്ടില്ല. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പാലത്തിൻ്റെ നീളവുമാണ്. അപ്പോൾ സ്പീഡ് നമുക്ക് ആദ്യത്തെ പഴയ സ്പീഡ് എസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ന്യൂ സ്പീഡ് എന്ന് പറയുന്നത് S+10. ഓക്കെ, S+10. അതായത് ന്യൂ സ്പീഡ് എന്ന് പറയുന്നത് ഓൾഡിൻ്റെ ഡബിളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ S+10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2S എന്ന് കിട്ടും. ഡബിളാണ് എന്ന് പറയുമ്പോൾ 2S ആയത്. S+10
ഇങ്ങനെ എഴുതാം. എസ് പ്ലസ് 10 ഈക്വൽ എന്തായി 2s ആയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എസ് കണ്ടുപിടിക്കാമല്ലോ. നോക്കി, 10 ഈക്വൽ 2s മൈനസ് എസ്, 10 ഈക്വൽ എസ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡെന്ന് കിട്ടി. ഇനി ബാക്കി നോക്കാമല്ലോ. സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എസിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണ്? സ്പീഡ് ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്. അപ്പോൾ 10 ഇൻറ്റു 20 200 ആണ് ഡിസ്റ്റൻസ്. ആ 200ൽ 100 എന്താണ്? ട്രെയിനിൻ്റെ നീളമാണെങ്കിൽ ബാക്കിയുള്ള 100 ആണ് പാലത്തിൻ്റെ നീളം അല്ലേ? ലെങ്ത് ഓഫ് ബ്രിഡ്ജ് അപ്പോൾ എത്ര വരും? 100 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 61. ഒരു ട്രെയിൻ എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഓടുന്നു. 2020 ജനുവരി 1 ഒരു ബുധനാഴ്ചയാണെങ്കിൽ 2020 എത്ര പ്രാവശ്യം ആ ട്രെയിൻ ഓടിയിട്ടുണ്ടാകും? തേഴ്സ്ഡേയും സാറ്റർഡേയും ഓടുന്നുണ്ട്. 2020 ജനുവരി 1 വെനസ്ഡേ ആണെങ്കിൽ എത്ര തവണ ആ ട്രെയിൻ ഓടിയിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം തന്നെ ഇത് ഏത് ഇയർ ആണ്? ലീപ്പ് ഇയർ ആണോ ഓർഡിനറി ഇയർ ആണോ എന്ന് നോക്കാം. 2020 എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, സിമ്പിളായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 505 ആണ് ആൻസർ കിട്ടുന്നത്. അതുകൊണ്ട് 2020 എന്ന് പറയുന്നത് എന്ത് ഇയർ ആണ്? ലീപ്പ് ഇയർ ആണ്. 2020 ലീപ്പ് ഇയർ ആണ് അല്ലേ? അതായത് നമുക്ക് എത്ര കിട്ടും? 366 ദിവസം കിട്ടും. അപ്പോൾ ലീപ്പ് ഇയറിൽ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ 2 days ആണ് നമുക്ക് ഓഡ് ഡേയ്സ് കിട്ടുന്നത്. ഓർഡിനറി ആകുമ്പോൾ അതിൽ 1 ഓഡ് ഡേയ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ലീപ്പ് ഇയർ ആകുമ്പോൾ നമ്മൾ 366 ദിവസമല്ലേ? അപ്പോൾ അതേ ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് 52 കംപ്ലീറ്റഡ് വീക്കും പ്ലസ് 2 ഡേയ്സുമാണ് കിട്ടുന്നത്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓർഡിനറി ആണെങ്കിൽ അവിടെ 1 ഓഡ് ഡേയ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലീപ്പ് ഇയറിൽ എങ്ങനെയാണ്? ജനുവരി 1 ജനുവരി 2 വരുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, ഡേ, അത് 53 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കി 2020 ലീപ്പ് ഇയർ ആണ്. 2020 ജനുവരി 1 എന്ന് പറയുന്നത് വെനസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ട്രെയിൻ ഓടുന്നത് തേഴ്സ്ഡേയും സാറ്റർഡേ ആണ്. അപ്പം ജനുവരി 2 ഏത് ദിവസമായിരിക്കും? എന്തായാലും തേഴ്സ്ഡേ ആയിരിക്കും. അപ്പോൾ തേഴ്സ്ഡേ എത്രയുണ്ട്? 53 ടൈമുണ്ട്. മനസ്സിലായോ? ലീപ്പ് ഇയറിൽ ജനുവരി 1 ജനുവരി 2 എന്ന് പറയുന്ന 53 തവണ ഉണ്ടാവും ആ ഒരു ദിവസം, ആ ഡേ. അപ്പോൾ ജനുവരി 2 എന്ന് പറയുന്ന തേഴ്സ്ഡേ ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിലെ തേഴ്സ്ഡേ 53 ഉണ്ട്. ബാക്കി സാറ്റർഡേ, ബാക്കിയുള്ള എല്ലാ ദിവസവും 52 ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. എത്രയാണ്? 105 എന്ന് കിട്ടും. അപ്പോൾ ആ ട്രെയിൻ എത്ര പ്രാവശ്യം 2020 ഓടിയിട്ടുണ്ടാവും? 105 തവണ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി 62ാമത്തെ ചോദ്യം, 62ാമത്തെ PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം 63 നോക്കാം അല്ലേ? എന്താണ്? A 40 മീറ്റർ തൻ്റെ ഓഫീസിൽ നിന്നും വടക്ക് ദിശയിലേക്ക് നടക്കും. ഓക്കെ, ഇത് നമുക്ക് ഒന്ന് വരച്ചിട്ട് ബാക്കി പറയാം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് എന്താണ്? A walks 40 മീറ്റർ ഫ്രം ഹിസ് ഓഫീസ് ഇൻ ദ നോർത്ത് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് ഓഫീസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഓഫീസിൽ നിന്ന് നോർത്തിലോട്ട് എത്ര? 40 മീറ്റർ നടന്നു. ദെൻ ഹി ടേൺസ് റൈറ്റ്. എവിടേക്ക് തിരിഞ്ഞു? 40 നടന്നിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞു. ആൻഡ് വാക്സ് 8 മിനിറ്റ് നടന്നു. എഗെയിൻ ഹി ടേൺസ് റൈറ്റ്. പിന്നെയും റൈറ്റിലേക്കാണ് തിരിഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് വരും. ആൻഡ് വാക്സ് 34 മീറ്റർ 34 മീറ്റർ നടന്നു. ഹൗ ഫാർ ഹി ഈസ് ഫ്രം ഹിസ് ഓഫീസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓഫീസിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പൈതഗോറസ് വെച്ച് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ട്രയാങ്കിളുടെ ഫോമിലായി നോക്കി. ഇവിടെ 40 ഉണ്ടല്ലേ? ലെഫ്റ്റ് സൈഡിൽ 40 ഉണ്ട്, റൈറ്റ് സൈഡിൽ 34. അപ്പോൾ 40ൽ നിന്ന് 34 കുറച്ചിട്ടുള്ള ബാലൻസ് 6 ആണ് എവിടെ വരിക? ഇവിടെ വരുന്നത് 6. ഇനി മുകളിൽ എത്രയാണ് വരിക? 8 ആണ് വരുന്നത് അല്ലേ? മുകളിലുള്ള അങ്ങനെ വരും. അപ്പോൾ 8ഉം 6ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഇതിൻ്റെ നീളം കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് എങ്ങനെയാണ്? അപ്പം പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ ട്രയാങ്കിളുടെ ലോങ് സൈഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റൂട്ട് ഓഫ്
6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ചെയ്താൽ മതി. അതായത് √36 പ്ലസ് 64. ഇപ്പോൾ √100 എന്ന് കിട്ടും. √100 എത്രയാണ്? 10 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി 64-ാമത്തെ ചോദ്യം നോക്കാം. 64 ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. 64 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 65 നോക്കാം അല്ലേ. ഓക്കെ, എ ഹാസ് മോർ മാർക്ക് ദാൻ ബി. ജസ്റ്റ് ഇതൊന്ന് എഴുതി വെച്ചാൽ മതി അല്ലേ. എങ്ങനെ എഴുതുക നമുക്ക്? എ മുകളിൽ കൊടുക്കുക. എന്നിട്ടോ എ ഹാസ് മോർ മാർക്ക് ദാൻ ബി, ബിയേക്കാളും കൂടുതലുണ്ട്. ദെൻ ബി ഹാസ് ലെസ് മാർക്ക് ദാൻ ഡി, ഡിയേക്കാളും കുറവാണ് ബിക്കുള്ളത്. ബട്ട് മോർ മാർക്ക് ദാൻ ഇയേക്കാളും കൂടുതലുണ്ട് പക്ഷേ ബിക്ക്. ദെൻ സി ഹാസ് മോർ മാർക്ക് ദാൻ ഡി, ഡിയേക്കാളും കൂടുതൽ ആർക്കുണ്ട്? സിക്കുണ്ട്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പോസിബിൾ? അതിൽ ഓപ്ഷൻസ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യണം. ആദ്യം വരുന്നത് ഏതാണ്? ഡി ക്യാൻ ബി ദ ലീസ്റ്റ് വരുമോ? ഇല്ല. ദെൻ ബി ക്യാൻ ബി ദ ഹയസ്റ്റ് വരില്ല. എ ക്യാൻ ബി ദ ഹയസ്റ്റ്, എ ക്യാൻ ബി ദ ഹയസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ദെൻ ഓപ്ഷൻ ഡി ഇ ക്യാൻ ബി ദ സെക്കൻഡ് ലീസ്റ്റ്, അതുമല്ല. അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ക്യാൻ ബി ദ ഹയസ്റ്റ്. സി എ അത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇത്. ഇനി 66-ാമത്തെ ചോദ്യം നോക്കാം. ഇതെന്താണ്? ഇഫ് പ്ലസ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, മൈനസ് മീൻസ് പ്ലസ്, ആൻഡ് 5 + 3 - 8 × 2 = 9. അതായത് വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഈ 8 കഴിഞ്ഞിട്ടുള്ള ഇൻറ്റു ഉണ്ടല്ലോ മൾട്ടിപ്ലിക്കേഷൻ, അതെന്താണ്, അവിടെ എന്താണ് വരേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതും? പ്ലസ് എന്ന് പറയുന്നത് ഇൻറ്റു ആവും. അപ്പോൾ 5 + 3 എന്നുള്ളത് എങ്ങനെയാവും? 5 × 3 ആവും. പിന്നെ -8, മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആവും. അപ്പോൾ അത് +8 ആകും. അത് കഴിഞ്ഞിട്ടുള്ളത് അറിയില്ല. പിന്നെ ഒരു 2 ഉണ്ട്, = 19 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 5 × 3 എത്രയാണ്? 15 + 8 ദെൻ 2 = 19. ഇതിൽ 15 എന്ത് ചെയ്യുക? അപ്പുറേക്ക് പോവില്ലേ. അപ്പം 8 അടുത്ത നമുക്കറിയില്ല. =15 അപ്പുറം പോകുമ്പോൾ 19 - 15 ആവും, 4 എന്നാകും. അപ്പോൾ ഇവിടെ എന്താവും? ആൻസർ 4 കിട്ടണമെങ്കിൽ 8 / 2 അല്ലേ വരേണ്ടത്. 8 / 2 ആണ് 4 1. അതുകൊണ്ട് ഏതാ വരിക? ഡിവിഷൻ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 67-ാമത്തെ ചോദ്യം നോക്കി. ഓഡ് 1 നോക്കാൻ. റേഡിയോ, സ്പീക്കർ, ഫോൺ, സിം കാർഡ്, CPU, പ്രോസസ്സർ, പ്ലാന്റ് പോർട്ട്. ആൻസർ വരുന്ന പ്ലാന്റ് പോർട്ടാണ്. ബാക്കിയൊക്കെ എന്താണ്? ഇൻറ്റേർണൽ അല്ലേ, ഇത് എക്സ്റ്റേണൽ ആണ് അല്ലേ. പ്ലാന്റിൻ്റെ പുറത്തുള്ളതാണ് പോർട്ട്, അതുകൊണ്ട്. ഓക്കെ, അടുത്ത 68 ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഏതാണ്? 69 നമുക്ക് നോക്കാം. ബ്ലഡ് റിലേഷൻ. ബ്ലഡ് റിലേഷൻ നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഓർക്കുക, എല്ലാവർക്കും അറിയുമെന്നറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. സർക്കിൾ ആണെങ്കിൽ നമ്മൾ ഫീമെയിലിനെയും സ്ക്വയർ ആണെങ്കിൽ നമ്മൾ മെയിലിനെയാണ് കേട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നേരെ നമുക്ക് വരച്ച് പോവാം. ആദ്യം സി ഈസ് ദ സിസ്റ്റർ ഓഫ് പി, ക്യു ആൻഡ് ആർ. അപ്പോൾ പി ഉണ്ട്, ആരൊക്കെ ഉണ്ട് ഇവിടെ? പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്? സി ഈസ് ദ സിസ്റ്റർ ഓഫ്, സിസ്റ്ററാണ്. ഓക്കെ, സിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തു. സി ഈസ് ദ സിസ്റ്റർ ഓഫ് പി, ക്യൂ ആൻഡ് ആർ. ദെൻ ഫാദർ ഓഫ് ക്യൂ ഈസ് ഡി. ക്യൂയുടെ ഫാദർ ആരാണ്? ഡി ആണ്. ഡി അപ്പം അത് മെയിലായതുകൊണ്ട് നമ്മൾ സ്ക്വയർ ചെയ്തു. ഇവിടെ ഒരാളുണ്ട് ഉണ്ടല്ലോ, ഇവരുടെ ഫാദർ, ക്യൂയുടെ ഫാദർ എന്ന് ചോദിച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ഫാദറാണ്. ഓക്കെ, ദെൻ പി ഈസ് ദ സൺ ഓഫ് വൈ. വൈയുടെ സണ്ണാണ് പി എന്ന് പറയുന്നു. അപ്പോൾ പി ആരാണ്? സണ്ണാണ്. വൈ എന്ന് പറയുന്ന ആരായിരിക്കും? അപ്പോൾ മദർ ആയിരിക്കും അല്ലേ, മദറായിരിക്കും. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ? നാളെ ഓപ്ഷൻസ് നോക്കി. ആർ ഈസ് ദ ഡോക്ടർ ഓഫ് ഡി. ആർ ആരാന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് തെറ്റാണ്. ദെൻ ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് സി. ക്യൂവും ആരാന്നറിയില്ല, മെയിലാണോ ഫിമെയിലാണോ നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് അതും എടുക്കാൻ പറ്റില്ല. ദെൻ ക്യൂ ഈസ് ദ ഡോക്ടർ ഓഫ് വൈ ആൻഡ് സിസ്റ്റർ ഓഫ് പി. അതും തെറ്റാണ്. ദ ലാസ്റ്റ് പറയുന്നത് സി ഈസ് ദ മദർ, സി ഹാസ് മദർ വൈ. ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? സിയുടെ അമ്മയാണ് വൈ എന്ന് പറയുന്നത്. അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 70-ാമത്തേത് എന്താണ്?
ഒരു ഘടികാരം ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് വീതം കൂടുതൽ ഓടും. ഓക്കെ, ഓരോ മണിക്കൂർ വരുമ്പോൾ 1 മിനിറ്റ് വീതം കൂടുതൽ ഓടും. 1 മണി ആയപ്പോൾ ഈ ക്ലോക്കിലെ സമയം ശരിയാക്കി പുനഃസ്ഥാപിച്ചു. അപ്പോൾ കണ്ണാടിയിൽ ക്ലോക്ക് കാണിച്ച സമയം, അതായത് മിറർ ഇമേജ് 4:33 ആണെങ്കിൽ ഏകദേശ സമയം എത്രയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് റിയൽ ടൈം നോക്കാം. റിയൽ ടൈം നോക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ 11:60 നിന്ന് ഇവിടെ 4:33 തന്നിട്ടുണ്ട്, അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 7:27 കിട്ടി. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? 1 മണിക്കാണ് ക്ലോക്ക് കറക്റ്റ് ചെയ്തത് അല്ലേ? 1 മണിക്ക് കറക്റ്റ് ചെയ്തു. 1 മണി മുതൽ എത്ര മണി വരെ? 7 മണി വരെ. അതായത് 1 മണി മുതൽ 7 മണി വരെ എത്ര മിനിറ്റ് കൂടിയിട്ടുണ്ടാവും? ഓരോ മണിക്കൂറിൽ ഓരോ മിനിറ്റ് കൂടുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര മിനിറ്റ് കൂടിയിട്ടുണ്ട്? 6 മിനിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 6 എന്ത് ചെയ്താൽ മതി? 7:27 6 കുറച്ച് കഴിഞ്ഞാൽ 7:21 അപ്രോക്സ് കേട്ടോ. ആൻസർ വരുന്ന ഓപ്ഷൻ സി 7:20 ഓക്കെ, ഏകദേശ സമയമാണ് ഇവർ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ സി 7:20. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മനസ്സിലാവുന്നുണ്ടോ, തുടർന്ന് പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്